ഹായ് ഡിയവൻസ് എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി, ടോസ് അക്കാഡമിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ ആണ്. അത്യാവശ്യം പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടച്ച് ചെയ്ത് പോകേണ്ട എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കുറച്ചധികം MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അരമണിക്കൂർ നിങ്ങൾക്കിതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊരു വർത്ത് ആയിട്ടുള്ള ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് പെഡഗോജിക്കൽ സെക്ഷൻസ്. കാരണം നമ്മൾ ഈ ഒരു എക്സാം പാസ്സാകുന്നത് തന്നെ അധ്യാപകരാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അധ്യാപനത്തിലെ പെഡഗോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ്, നല്ല പ്രാധാന്യം കേറ്റഡ് പരീക്ഷകളിൽ ലഭിക്കാറുണ്ട്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഒബ്ജക്റ്റീവ്സ്, എയിംസ്, പ്രിൻസിപ്പിൾസ്. എങ്ങനെ നമുക്ക് LSRW സ്കിൽസ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ ക്ലാസ് റൂംസിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാം, എങ്ങനെ കുട്ടികളിൽ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് നമുക്ക് എൻകറേജ് ചെയ്യാം, കുട്ടികളുടെ കോൺഫിഡൻസും ഫ്ലുവൻസിയും എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും what do you mean by LSRW skills or what do you mean by the S in LSRW? വളരെ റയർ ആയിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ബഞ്ച് ഓഫ് കുട്ടികൾ ഇരിക്കുവാണ്, അതിൽ ഒരു കുട്ടിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൗ വിൽ യു ഹെൽപ്പ് ദാറ്റ് ചൈൽഡ്? അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. അടുത്തത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് അധ്യാപകരാക്കാൻ വേണ്ടി എഴുതുന്ന ഈ ഒരു പരീക്ഷയിൽ നമ്മൾ എങ്ങനെ, ഏത് മെത്തേഡിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാം അത് നമുക്ക് അറിയത്തില്ലെങ്കിലോ? സോ മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇത് വളരെ വേണ്ടപ്പെട്ട കുറച്ച് മെത്തേഡ്സ് മാത്രം എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഓരോ സ്കിൽ, ഓരോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും നമുക്ക് വിശദമായി തന്നെ നോക്കാം. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് വളരെ പ്രാചീനമായിട്ട് ട്രഡീഷണൽ ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതായത് ട്രാൻസ്ലേഷൻ ഓഫ് മദർ ടങ് ആൻഡ് ദ ടാർജറ്റ് ലാംഗ്വേജ്. നമുക്കിപ്പോൾ ഒരു കാര്യം ഇംഗ്ലീഷിൽ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യമേ നമ്മുടെ മദർ ടങ് ഏതാണോ അതിൽ നിന്ന് നമ്മൾ തർജ്ജമ ചെയ്ത് പഠിക്കുന്ന രീതി. ഫോക്കസിങ് ഓൺ ദ ഗ്രാമർ റൂൾസ്. നമ്മൾ സിനിമയ്ക്കകത്ത് എന്താണ് സാറേ ഉപ്പുമാവിന്റെ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുമ്പോൾ ഉപ്പ്, സാൾട്ട്, മാംഗോ, ട്രീ, അങ്ങനെ ഉപ്പുമാവ് എന്ന് പറയുന്ന സാൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന ആ ഒരു രീതി പോലെ കേട്ടോ. ഇറ്റ്സ് പെർഫെക്റ്റ്ലി വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. അപ്പൊ അതിന് കുറച്ച് ഗ്രാമർ റൂൾസ് ഒക്കെ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ എക്സസൈസ് ഫ്രം L1 to L2. Focus, they are giving more importance to reading and writing. Vocabulary ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. Accuracy is more important than fluency. ഇതൊരു ടീച്ചർ സെന്റേർഡ് മെത്തേഡാണ്. ലേണേഴ്സ് കുറെ പാസീവ് ആയിട്ട് ടീച്ചർ ഇങ്ങനെ തർജ്ജമ ചെയ്ത് പറയുന്ന കാര്യങ്ങളെ കേട്ടെടുക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഇപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഇതാക്കാറുണ്ട്, കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ട് ഇമാജിൻ ദോസ് സെന്റൻസ് ഇൻ മദർ ടങ് ആൻഡ് ദെൻ ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ഇംഗ്ലീഷ്. പക്ഷേ കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കുട്ടികൾ കയറി കഴിയുമ്പോൾ നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ ഒഴിവാക്കിയിട്ട് അവരുടെ അടുത്ത് നമ്മൾ ഏത് മെത്തേഡ് പറയും? യെസ്, വി വിൽ ഗോ ഫോർ ദ ഡിറക്റ്റ് മെത്തേഡ്. ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിറക്റ്റ് മെത്തേഡ്. ഇവിടെ നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലെ പോലെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ സ്വീകരിക്കുന്നില്ല. വി ആർ ഡയറക്ട്ലി യൂസിങ് ദ ടാർജറ്റ് ലാംഗ്വേജ് ആൻഡ് വിതൗട്ട് യൂസിങ് ദ മദർ ടങ് ആണ്. അവിടെ ട്രാൻസ്ലേഷൻസ് ഇല്ല. നമ്മൾ ഓബ്ജക്ട്സ് ഒക്കെ കാണിച്ചിട്ട് ദിസ് ഈസ് എ പെൻ, വി വിൽ ഷോ എ പെൻ ടു ദ സ്റ്റുഡൻസ്. ദിസ് ഇസ് എ പെൻ, പിക്ചേഴ്സ്, ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ്. ആൻഡ് ദേ ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഗ്രാമർ ഇതിനിടയിലൂടെ നമ്മൾ പഠിപ്പിക്കത്തേ ഉള്ളൂ. ഓക്കെ, ടീച്ചർ ഇസ് എ മോഡൽ ആൻഡ് ലേണേഴ്സ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ലേണേഴ്സ് കുറേ കൂടി പാസീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആക്കി വരുന്നുണ്ടിരുന്നത്. പക്ഷേ ഡയറക്റ്റ് മെത്തേഡിൽ ലേണേഴ്സിന് കുറച്ചും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ആൻഡ് ഇതിന്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറൽ ഫ്ലുവൻസി ഇംപ്രൂവ് ആവും. നാച്ചുറലി നമ്മൾ ആ ടാർജറ്റ് ലാംഗ്വേജിന്റെ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ സിങ്ക് ആവും.
ഡീമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. കാരണം ഒരു വലിയ ക്ലാസ്സിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഈ ടാർജറ്റ് ലാംഗ്വേജിൽ കാലിബർ ഉണ്ടായെന്ന് വരത്തില്ല. പിന്നെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സിൽ മദർ ടങ് യൂസ് ചെയ്യാതെ സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സെക്കൻഡ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് അത്ര അസാമാന്യമായ കേപ്പബിലിറ്റീസ് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള അധ്യാപകർ വേണം. ആൻഡ് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം അവിടെ ഡിറക്റ്റ് ആയിട്ട് കുട്ടികൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ മറ്റ് മെത്തേഡ്സിനേക്കാൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് നമ്മുടെ ബിഹേവിയറിസ്റ്റ് സൈക്കോളജിക്കൽ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഒരു ഹാബിറ്റ് ആയിട്ട് കുട്ടികളിൽ വരണമെങ്കിൽ, ഈ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഒരു ഹാബിറ്റ് ആയിട്ട് അവർക്കിടയിൽ വരണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യിച്ച് ഡ്രില്ല് ചെയ്യിച്ച് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ അവർക്ക് ആ കാര്യം പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നു. അതേ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിസണിങ്ങും സ്പീക്കിങ്ങും ഒക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് പാറ്റേൺ ഡ്രിൽസും റെപ്പറ്റീഷൻസും കൊടുത്ത് മിമിക് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് എടുക്കും. സ്റ്റിമുലസ് റെസ്പോൺസ് റീഎൻഫോഴ്സ്മെന്റ് ആണ് ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൽ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചറാണ് ലേണിംഗ് കൺട്രോൾ ചെയ്യുന്നത്, ലേണേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മളൊരു ബിഗിനേഴ്സ് നോക്കുവാണെങ്കിൽ അവരുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്നാൽ കുറേ കൂടി മെക്കാനിക്കൽ പ്രോസസ് ആണ്. അതായത് നമ്മൾ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ ഇത് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും കണ്ടിന്യൂസ്ലി വി വിൽ സേ ലൈക്ക് ദിസ് എ ഫോർ ആപ്പിൾ ആൻഡ് ബി ഫോർ ബോൾ. ഇപ്പോഴാണ് ഇപ്പോ റീസെന്റ് വരുന്ന ICSE സിലബസിലെ ടെക്സ്റ്റ്, ഇപ്പൊ എന്റെ കുഞ്ഞ് ICSE ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ICSE ടെക്സ്റ്റിലൊക്കെ എ ഫോർ അലിഗേറ്റർ, എ ഫോർ എയറോപ്ലെയിൻ ഒക്കെ ആയി. അലിഗേറ്റർ എന്നുള്ള വേർഡ്സ് ഒക്കെ ഇപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ ഉള്ളിലൊരു മെക്കാനിക്കൽ ലേണിംഗ് ഫോർ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ ആൻഡ് സേ ഫോർ ക്യാറ്റ്. എ വെച്ചിട്ട് മറ്റൊരുപാട് വേർഡ്സ് ഉണ്ട്. വി ആർ നോട്ട് റെഡി ടു സേ ദാറ്റ് വേർഡ്സ്. നമ്മൾ അങ്ങനെ പറയുന്നേ ഇല്ല അല്ലെ. കുറച്ചും കൂടെ ഒരു ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട്. വളരെ ലിറ്റിൽ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിലുള്ളത്. ബിക്കോസ് ദേ ആർ സിംപ്ലി ഇമിറ്റേറ്റിംഗ് ദർ മോഡൽസ്. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. അതൊരു ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിന്റെ ഗ്രമാറ്റിക്കൽ കോമ്പീറ്റൻസിന് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും, അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഫ്ലുവൻസിയാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അക്യുറസി. കാര്യങ്ങൾ കൃത്യതയോട് പറയണം എന്നില്ല. യു നീഡ് ടു ഫോക്കസ് ഓർ യു നീഡ് ടു സേ ദ ലാംഗ്വേജ്, യു നീഡ് ടു ഓവർകം ദ സിറ്റുവേഷൻ, യു നീഡ് ടു ഫേസ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഫേസ് ചെയ്യാൻ അവരെ കേപ്പബിൾ ആക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് പെയർ വർക്കും ഗ്രൂപ്പ് വർക്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സിറ്റുവേഷണൽ ഓറൽ സ്ട്രക്ചറൽ അപ്രോച്ച് ആണ്. റിയൽ കോണ്ടെക്സ്റ്റിൽ സ്പോക്കൺ ലാംഗ്വേജിന്റെ സയന്റിഫിക് പാറ്റേൺ. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ലേണർ ആക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ലേൺ ദ ലാംഗ്വേജ്. ഡെവലപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവരുടെ ലേണർ ഓട്ടോണോമി, ദേ ആർ ലേണിംഗ് സംതിങ് അറ്റ് ദർ ഓൺ പേസ്. അവരുടെ ഇഷ്ടത്തിൽ അവരുടെ സ്പീഡിനനുസരിച്ച് ദേ ആർ ലേണിംഗ് സംതിങ്. സോ അവർ ആ ഒരു ലേണർ ഓട്ടോണോമി എൻജോയ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെറിറ്റ് തന്നെയാണ്. പിന്നെ റിയൽ ലൈഫിൽ നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ +2 സയൻസ് എടുത്തിട്ടുള്ള ഇംഗ്ലീഷിന് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഡിഫറൻസിയേഷനും ഡബിൾ ഇന്റഗ്രേഷനും ഒക്കെ നമ്മൾ എന്തിനാ പഠിച്ചത്? ഹാവ് എനി പ്രാക്ടിക്കൽ യൂസ് ഇൻ അവർ ലൈഫ് നൗ? ഇല്ല. പക്ഷെ ഈ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് യു നീഡ് ടു യൂസ് ദ ലാംഗ്വേജ് പബ്ലിക്കലി. നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് പബ്ലിക്കലി യൂസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടാക്കി തരുന്നതാണ് ഈ ഒരു സ്ട്രക്ചറൽ സിറ്റുവേഷണൽ അപ്രോച്ച്. അപ്പം നമ്മൾക്ക് ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. നെക്സ്റ്റ് മെത്തേഡ് ആണ് ബൈലിംഗ്വൽ മെത്തേഡ്. CJ ഡോട്ട്സൺ ആണ് ബൈലിംഗ്വൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ആദ്യം കണ്ട ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെയും ഡിറക്റ്റ് മെത്തേഡിന്റെയും കോമ്പിനേഷൻ ആണ്. ഈ മെത്തേഡിൽ നമ്മൾ മദർ ടങ്ങും ടാർഗറ്റ് ലാംഗ്വേജ് ആയി ഇംഗ്ലീഷും ഒരേപോലെ പ്ലാൻഡ് കൺട്രോൾഡ് മാനറിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. മദർ ടങ് എക്സ്പ്ലനേഷൻ യൂസ് ചെയ്യുകയും പ്രാക്ടീസ് ഇംഗ്ലീഷിൽ കൊടുക്കുകയും ചെയ്യും. ഒരു ഗ്രാജുവലി അവരുടെ ലാംഗ്വേജ് 1ൽ നിന്നും ലാംഗ്വേജ് 2ലേക്കുള്ള ഷിഫ്റ്റ് ആണ് ബൈലിംഗ്വൽ മെത്തേഡും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ഇന്ത്യൻ ക്ലാസ് റൂംസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. കുറേ കൂടി ടൈം സേവ് ചെയ്യുന്ന, ടീച്ചേഴ്സിന്റെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ഡീമെറിറ്റ്സും ഉണ്ട്. ഒരു പക്ഷേ മദർ ടങ്ങിന്റെ യൂസേജ് ഓവറായിട്ട് വന്നേക്കാം. ദെൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ലേണറിന്റെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്.
അല്ല സൈലന്റ് വേസ്, സജസ്റ്റോപീഡിയ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, ലേണിംഗ് ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരും. ലേണർ സെന്റേർഡ് ആയിട്ട് ലേണറിന്റെ ഫീലിങ്സും അവരുടെ മോട്ടിവേഷനോ അവരുടെ സ്ട്രെസ് ലെവലും ഒക്കെ നോക്കിയിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ലേണിംഗ് എൻവയോൺമെന്റ് ഒക്കെ ഓഫർ ചെയ്ത മെത്തേഡ്സ് ആണ് ഇത്. ആൻഡ് ഇതിന്റെ മെറിറ്റ്സ് കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യും, അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടും, അതുപോലെ ഒരു ഹ്യൂമനിസ്റ്റിക് വേ ആയത് കാരണം ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും വലിയ നമ്പർ ഓഫ് ക്ലാസ് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. പിന്നെ നമ്മൾ നോക്കിയിട്ട് പോകേണ്ട മറ്റൊരു ഏരിയ ആണ് റീഡിംഗ് സ്കിൽസ്. സ്കിമ്മിങ്, സ്കാനിങ്, ഇന്റൻസീവ് റീഡിംഗ്, എക്സ്റ്റൻസീവ് റീഡിംഗ് ഒക്കെ. സ്കിമ്മിങ് നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ചെറിയൊരു തിരിഞ്ഞ നോട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലിംസ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വേണ്ടി നമ്മൾ പരതുന്നതാണ്, ഒരു അന്വേഷണമാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഇന്റൻസീവ് ഒരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി മാത്രം, എക്സ്റ്റെൻസീവ് ജസ്റ്റ് ടു ഗെറ്റ് സംതിങ് പ്ലഷർ. പിന്നെ നമുക്ക് ഗ്രമാറ്റിക്കൽ നോളജ് വേണം. ടെൻസ്, കോൺകോഡ്, ആസ്റ്റൻ, അതുപോലെ തന്നെ വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻസ്, ഫങ്ഷണൽ ഗ്രാമർ, TGI ഗ്രാമർ, ഇങ്ങനത്തെ ഗ്രമാറ്റിക്കൽ നോളജിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ലിറ്റററി സെക്ഷനിലേക്ക് നോക്കാം. ലിറ്റററി സെക്ഷനിൽ നിങ്ങൾ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ബേസിസിൽ നിങ്ങൾ പഠിച്ചു പോവുക. അത് നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഈ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ചോസർ ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് നമുക്കറിയാം. ഓൾഡ് ഇംഗ്ലീഷിൽ ടു മിഡിൽ ഇംഗ്ലീഷ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷന്റെ കാലഘട്ടമായിരുന്നു. കാരണം ഓൾഡ് ഇംഗ്ലീഷിൽ എല്ലാം തന്നെ വാമൊഴിയായിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷനോട് ചെയ്തിരുന്നു. അതുപോലെ റിട്ടേൺ ടെക്സ്റ്റുകൾ മാത്രം, മാനുസ്ക്രിപ്റ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രിന്റഡ് വേർഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡിൽ ഇംഗ്ലീഷ് സംഭവിക്കുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ക്രിസ്ത്യൻ ബിലീഫ്സും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മിഡിൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ റിലീജിയസ് ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള, സോഷ്യൽ തീംസ് ഡിസ്കസ് ചെയ്തിരുന്ന വർക്കുകൾ വന്നു തുടങ്ങിയിരുന്നു. വെർണാക്കുലർ ഇംഗ്ലീഷ് ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജെഫ്രി ചൂസർ, വില്യം ലാംഗ്ലാൻഡ്, ജോൺ കവർ ഒക്കെയാണ്. ഈ റിനൈസൻസ് ആൻഡ് ഷേക്സ്പിയറിന്റെ ഏജ്. റിനൈസൻസ് കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ ലിറ്ററേച്ചറിന്റെ ഒരു ഗോൾഡൻ പീരീഡ്. കാരണം ഇവരുടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ക്യൂൻ എലിസബത്തിന് നല്ല രീതിക്ക് ആർട്ടിനോടൊക്കെ ലിറ്ററേച്ചറിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യൂൻ എലിസബത്ത് തന്നെ ഷേക്സ്പിയറിന്റെയും നമ്മുടെ സ്പെൻസറിന്റെ ഒക്കെ പേട്രൺ ആയിരുന്നു ക്യൂൻ എലിസബത്ത്. അപ്പോൾ ഹ്യൂമനിസവും ക്ലാസിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഡ്രാമയും സോണറ്റും ഡെവലപ്പ് ആയ ഒരു കാലഘട്ടം. ഇൻഡിവിജ്വലിസവും എക്സ്പ്ലോറേഷനും നടന്ന ഒരു കാലഘട്ടം. യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ഷേക്സ്പിയർ, മാർലോ, ബെൻ ജോൺസൺ, ഫിലിപ്പ് സിഡ്നി ഒക്കെയാണ് ഈ ഒരു ടൈമിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ചോസറിന്റെ കണ്ടംപററീസ്, വില്യം ലാംഗ്ലാൻഡ്, ജോൺ കവർ ഒക്കെ. ചോസറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സുകൾ പിൽഗ്രിം പ്രോഗ്രസ്, ഡെത്ത് ഓഫ് എ ഡച്ചസ്, പാർലമെന്റ് ഓഫ് ഫോൾസ്, ഫ്ലോയിലൻസ് ആൻഡ് ക്രസേഡ്, അങ്ങനെ ചോസറിന്റെ വർക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതേപോലെ ചോസറിന്റെ വർക്ക് ആയിട്ടുള്ള പ്രൊലോഗ് ടു ദ കാൻറ്റംബററി ടേൽസിൽ വരുന്ന അല്ലെങ്കിൽ കാൻറ്റംബററി ടേൽസിൽ വരുന്ന കഥാപാത്രങ്ങളെ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ നോക്കുക, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് നോക്കുക. റിനൈസൻസ് ആണെങ്കിൽ ഈ ഒരു പീരീഡിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക. ദെൻ ഗോ ഫോർ ദ ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ്, അവർ ഇമ്പോർട്ടന്റ് പ്രോസ് റൈറ്റേഴ്സ്, അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളും ക്യാരക്ടർ ലിസ്റ്റും യൂണിവേഴ്സിറ്റി വിറ്റ്സിനെയും നോക്കി വെക്കുക. ഇനി നിങ്ങൾ ഷേക്സ്പിയറിന്റെ കാലഘട്ടം പഠിക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ, ഷേക്സ്പിയർ വർക്കുകളുടെ ഇമ്പോർട്ടൻസ്, ഷേക്സ്പിയറിന്റെ വർക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിൽ തന്നെ ലേഡി ക്യാരക്ടേഴ്സ്, അതുപോലെ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഡയലോഗ്സ് ഓഫ് ഷേക്സ്പിയർ ഡ്രാമാസ്, അതുപോലെ ഫേമസ് കൊട്ടേഷൻസ്, മറ്റേതെങ്കിലും വർക്കുകളിലേക്ക് എടുത്തിട്ടുള്ള ഷേക്സ്പിയറിൻ കൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി റെസ്റ്റോറേഷൻ ഏജ് 1660 to 1700. മൊണാർക്കി റീസ്റ്റോർ ചെയ്യുന്നു ചാൾസ് സെക്കൻഡ്. കോമഡി ഓഫ് മാനേഴ്സിന്റെയും വിറ്റിന്റെയും സെറ്റയറിന്റെയും ആർട്ടിഫിഷ്യാലിറ്റിയുടെയും കാലഘട്ടം. റൈഡൻ കോൺക്രേവ്, വില്യം കോൺക്രേവ്, ജോൺ ബണ്ണിൻ ഇവരൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എക്സാമ്പിൾ ആണ്. അഗസ്റ്റൻ ഏജ് ഓർ നിയോ ക്ലാസിക്കൽ ഏജ്. അഗസ്റ്റൻ ഏജ് ആയത് കാരണം ഒരു പുതിയ രീതിക്ക് ദി ബിഗിൻ ടു ലുക്ക് ദാറ്റ് പർട്ടിക്കുലർ തിങ് ഓൺ എ ന്യൂ വേ. അതായത് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് ഗ്രീക്കും ക്ലാസിക്കൽ റൈറ്റേഴ്സിനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു പുതിയ രീതിക്ക് എന്ന് മാത്രം. റീസണും ഓർഡറും ബാലൻസും ഒക്കെ ഇവരുടെ ഒരു കീ ഫീച്ചർ ആയിരുന്നു. സറ്റയറും പ്രോസും ഡെവലപ്പ് ചെയ്തു. ഇംഗ്ലീഷ് നോവൽ ഒന്ന് റൈസ് ചെയ്തത് ഈ ഒരു സമയത്താണ്. മേജർ റൈറ്റേഴ്സ് അലക്സാണ്ടർ പോപ്പ്, സാമുവൽ ജോൺസൺ, ജൊനാഥൻ സ്വിഫ്റ്റ് ആൻഡ് എഡിസൺ ആൻഡ് സ്റ്റീൽ. നമ്മള് ഓരോ ഏജും പഠിക്കുമ്പോൾ ആ ഏജിൽ വരുന്ന പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ നോക്കുക.
പിന്നെ ആ ഒരു ഏജിന്റെ പെർട്ടിക്കുലർ ഫീച്ചർ നിങ്ങൾ നോക്കുക. ആ സമയത്തുള്ള ഡ്രാമ, റൂൾ വർക്ക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ളതെല്ലാം ആ ഒരു ഏരിയയിൽ നിന്നും കിട്ടും. റൊമാൻറ്റിക് ഏജ് നമ്മൾ നോക്കുവാണെങ്കിൽ റൊമാൻറ്റിക് ഏജിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ലോജിക്കൽ വേ ഓഫ് തിങ്കിങ്ങിനെ മാറ്റി നിർത്തിക്കൊണ്ട് നേച്ചറിനും ഇമാജിനേഷനും ഇമോഷനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു റൊമാൻറ്റിക് ഏജ്. ന്യോ ക്ലാസിസിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റൊമാൻറ്റിക് ഏജ് വന്നത്. ആൻഡ് റൊമാൻറ്റിക് ഏജിൽ കോമൺ മാന് കുറെ അധികം ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നു. 1798 പബ്ലിഷ് ആയിട്ടുള്ള വേൾഡ്സ്വർത്തിന്റെയും കോളറിഡ്ജിന്റെയും ലിറിക്കൽ ബാലൻസ് ആയിരുന്നു റൊമാൻറ്റിക് ഏജിന്റെ ബിഗിനിങ് കുറിച്ചത്. പക്ഷെ ആ ഒരു വർക്ക് വായിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലി വന്നതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് 2 വർഷങ്ങൾക്ക് ശേഷം വില്യം വേർഡ്സ്വർത്ത് ഒരു പ്രെഫസ് എഴുതിയത്. പ്രെഫസോട് കൂടി ഹൗ ടു റീഡ് റൊമാൻറ്റിക് പോയട്രി എന്ന ആളുകൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബൈറണും ഷെല്ലിയും കീറ്റ്സും ഒക്കെ പ്രശസ്തരായത്. വേർഡ്സ്വർത്തും കോളറിഡ്ജും. വേർഡ്സ്വർത്ത് നേച്ചർ പോയട്രിയുടെ ആളായിരുന്നു. കോളറിഡ്ജിന് കുറേയും കൂടി ഇഷ്ടം ഉണ്ടായിരുന്നത് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉള്ള ആ ലെവൽ ഇമാജിനേഷൻ ഉള്ള വർക്കുകളായിരുന്നു. Then comes the Victorian age. സോഷ്യൽ റിയലിസവും മോറൽ കൺസേൺസ് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ ഏജ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, റെഫോർമേഷൻ ഒക്കെ സംഭവിച്ച കാലഘട്ടം. നോവലിന് ഗ്രോത്ത് കിട്ടിയ ഒരു ടൈമായിരുന്നു വിക്ടോറിയൻ ഏജ്. ചാൾസ് ഡിക്കൻസ്, ജോർജ് എലിയറ്റ്, തോമസ് ആർഡി, ടെന്നസൺ, ബ്രൗണിംഗ്, ആർണൽഡ് ഇതൊക്കെ വിക്ടോറിയൻ ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആയിരുന്നു. മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ ഏജിൽ ഏലിനേഷൻ, ഫ്രാഗ്മെന്റേഷൻ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് ഒക്കെയാണ് ധാരാളമായിട്ടും ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ്, വെർജീനിയ വുൾഫ് ഒക്കെയാണ്. പോസ്റ്റ് മോഡേൺ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്സർഡിറ്റി, അൺസർട്ടനിറ്റി, ആന്റി സ്ട്രക്ചർ, വെയിറ്റിംഗ് ഫോർ സാമുവൽ വെക്കേറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡ് ഒക്കെ ഇവരുടെ എക്സാമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് യു നീഡ് ടു മെമ്മറൈസ് ദ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഓതർ അല്ലെങ്കിൽ ദ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ദ പെർട്ടിക്കുലർ ഓതർ, പിന്നെ ആ ഓതർ ബിലോങ് ചെയ്യുന്ന പീരീഡ്, അവരുടെ കീ വർക്ക്സ്. ലിറ്ററേച്ചറിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ, എസ്പെഷ്യലി ആ പീരീഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഓർഡറിൽ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. റാൻഡംലി റിവൈസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ഓർഡറിൽ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ ഒരു ഓർഡർ രജിസ്റ്റർ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫോക്കസ് 1 or 2 സിഗ്നേച്ചർ റൈറ്റേഴ്സ് ഫ്രം ഈച്ച് പീരീഡ്. ഓരോ പെർട്ടിക്കുലർ ലിറ്റററി പീരീഡിൽ നിന്നും 1 or 2 സിഗ്നേച്ചർ റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ നിങ്ങൾ നോക്കി വെക്കാം. നിങ്ങൾക്കൊരു ഡയറക്റ്റ് 1 mark ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ പ്രീവിയസ് ഇയർ കേറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതായത് ഓരോ റൈറ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഫിലിം, മീഡിയ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡിയും ഫോണറ്റിക്കും സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലിം, മീഡിയ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡി നമ്മുടെ സിലബസ് പ്രകാരം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഫിലിമിന്റെ നറേറ്റീവും ടേംസും കാര്യങ്ങളും പിന്നെ ആ ഒരു ട്രാൻസ്ലേഷൻ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഫൊണറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയത് കാരണം ഫൊണറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ഫൊണറ്റിക്സ്, ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ് അങ്ങനത്തെ ബ്രാഞ്ചസ് നോക്കി വെക്കുക. അതുപോലെ പ്രൊനൗൺസിയേഷൻ സ്റ്റൈൽ, ദ വേർഡ് ഫോർമേഷൻ ടെക്നിക്സ്, നമ്മൾ ആ ഒരു മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെയും പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെയും ബേസിസിലുള്ള ലാംഗ്വേജ് സൗണ്ടുകളുടെ ഡിവിഷൻ, അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Who among the following was a towering neoclassical critic as well as the compiler of a dictionary? Aristotle, Dryden, ഡോക്ടർ ജോൺസൺ, ബെൻ ജോൺസൺ. നമുക്ക് ആ ഒരു നിയോ ക്ലാസിക് റൈറ്റർ, ഡിക്ഷണറിയുടെ കമ്പൈലർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡോക്ടർ ജോൺസൺ. I fall upon the thorns of life, I bleed as a line from the poem or to the west wind. Heaven lies about us in our infancy is a line from Shelley, Browning, Tennyson, Wordsworth. That's from the pen of Wordsworth. Who coined the term signifier and signified? Ferdinand de Saussure. Saussureന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ലാംഗ്വേജ് is a combination of sign and sign is a combination of signifier and signified. The Canterbury Tales was written in Latin, French, Old English, Middle English. നമുക്കറിയാം ചോസറിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച്, ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ് പീരീഡ്. ഫ്രഞ്ചിലും ലാറ്റിനിലും അദ്ദേഹം ട്രാൻസ്ലേഷൻസ് ആണ് കൊണ്ടുവന്നിരുന്നത്. സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു സിഗ്നേച്ചർ ഇട്ടത് കാൻറ്റർബറി ടേൽസിലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഓൺ ദ മിഡിൽ ഇംഗ്ലീഷ്.
The Renaissance period is closely associated with Puritanism, humanism, industrialization, realism. Humanism. Who is not a Renaissance dramatist? Marlowe, Shakespeare, Ben Jonson, William Congreve. William Congreve. The Restoration period is famous for Restoration period famous ആയിട്ടുള്ളത് the comedy of manners എന്നാണ്. നമ്മുടെ വില്യം കോൺക്രീവിന്റെ ദ വേ ഓഫ് ദി വേൾഡ്, വൈറ്റ് ചേർലെടുത്ത കൺട്രി വൈഫും ഒക്കെ കോമഡി ഓഫ് മാനേഴ്സിന് എക്സാമ്പിൾ ആണ്. The Restoration period begins with the restoration of Dash, Charles II. Who is known as the famous lexicographer of the Augustan age? Lexicographer ആയിട്ട് അറിയപ്പെടുന്നത് സാമുവൽ ജോൺസൺ ആണ്. This romantic age emphasizes romantic age അധികമായി പ്രാധാന്യം കൊടുത്തത് reason and order, satire and wit, nature and imagination, discipline and restraint. Nature and imagination. നമ്മൾ അതുവരെ കണ്ടുവന്നിരുന്ന വർക്കിൽ നിന്നും ഈ ഒരു ആസ്പെക്റ്റിലേക്ക് തിരിഞ്ഞപ്പോഴാണ് റൊമാൻറ്റിക് ഏജിലെ റൈറ്റിംഗ്സിന് ഇമ്പോർട്ടൻസ് കിട്ടിയത്. Which poet is associated with the supernatural elements? Wordsworth, Byron, Coleridge, Shelley. Coleridge. ഹാർഡ് ടൈംസ് ക്രിട്ടിക്സ്. ചാൾസ് ഡിക്കൻസിന്റെ ഹാർഡ് ടൈംസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആ ഒരു സമയത്തെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. ജോർജ് എലിയറ്റ് ഇസ് ദ പെൻ നെയിം ഓഫ് വിച്ച് റൈറ്റർ? ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, മേരി ആൻഡ് ഇവാൻസ്, എലിസബത്ത് ഗാസ്കൽ. മേരി ആൻഡ് ഇവാൻസിന്റെ പെൻ നെയിമാണ് ജോർജ് എലിയറ്റ്. ഗളിവേഴ്സ് ട്രാവൽ ഇസ് എ വർക്ക് ഓഫ് ഡാഷ്, റൊമാൻസ്, എപ്പിക്, സറ്റയർ, ട്രാജഡി. സറ്റയർ. ഗളിവേഴ്സ് ട്രാവലിന്റെ ഒരു വർക്ക് നമ്മുടെ ഒരു ചൈൽഡ് ഫിക്ഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി ദാറ്റ് ഇസ് സ്ട്രോങ് ക്രിറ്റിസിസം against that particular society in which he lived. In communicative language teaching, grammatical accuracy is secondary to meaning. Communicative language teaching അവർ ഗ്രാമാറ്റിക്കൽ അക്യുറൻസിക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റിയൽ ലൈഫിൽ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യാം, അതെങ്ങനെ ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ. മീനിങ് is something secondary to that. Which method emphasizes habit formation? ഒരു ഹാബിറ്റ് ഫോർമേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ്? Direct method, grammar translation method, audiolingual method, communicative approach. That's audiolingual method. Learning by doing is central to constructivism because അവിടെ construct ചെയ്യണം ideas. Comedy of manners flourished during which age? Restoration age. The Augustan writers imitated Greek and Roman classics. Dover Beach reflects Victorian doubts. ഈ വിക്ടോറിയൻ ഡൗട്ട് വരാൻ കാരണം എന്താണ്? ചാൾസ് ഡാർവിന്റെ ഒറിജിനൽ സ്പീഷീസ് വന്നപ്പോ അതുവരെ ഈ മൊണാർക്കിയും റിലീജിയനും പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഗോഡ് ക്രിയേറ്റഡ് അസ് എന്നുള്ളൊരു മിത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാര്യം വിശ്വസിക്കണോ അതോ അവർ ഈ പറഞ്ഞ പോലെ സയൻസ് പറയുന്നത് വിശ്വസിക്കണോ, അങ്ങനെ ഒരു ഡൗട്ട് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ അതാണ് ഈ ഒരു വിക്ടോറിയൻ ഡൗട്ട് എന്ന് പറയുന്നത്. Which pair is incorrect? ഡിക്കൻസ് റൊമാൻറ്റിക് റൈറ്റർ. ഡിക്കൻസ് എന്ന് പറയുന്നത് വിക്ടോറിയൻ ഏജിലെ റൈറ്റർ ആണ്. താങ്ക് യു.